കേരളീയ ചുവർച്ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദൃശ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്നതാണ് മരങ്ങൾ. നമ്മൾ ഒരു മരം കഴിഞ്ഞ ദിവസം വരച്ചു നോക്കി, നമുക്കൊരു ആൽമരം ഇന്ന് വരച്ചു നോക്കാം. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരെങ്കിലും ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ എടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. നിങ്ങൾക്ക് വീഡിയോസ് അപ്പോൾ തന്നെ കാണാം. ഇന്ന് നമ്മൾ ഒരു പ്രകൃതി ദൃശ്യം, അതായത് ഒരു മരം എങ്ങനെ ഒരു ചുവർച്ചിത്രത്തിൽ വരയ്ക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു തരത്തിലുള്ള ഒരു മരം വരച്ചിരുന്നു. ഇന്ന് നമുക്കൊരു ആൽവൃക്ഷം, ഒരു ബനിയൻ ട്രീ എങ്ങനെ വരയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ മരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്തെ മ്യൂറലുകളിൽ നിന്നും ഇന്ന് വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ബേസ് സെയിം ആണെന്നുണ്ടെങ്കിലും ആ ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ചിട്ട് കുറേയൊക്കെ ബെറ്റർ ആയിട്ടും കുറേയൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഒരു പഴമയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മരം തന്നെ നമുക്ക് വരച്ചു നോക്കാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ആൽമരമാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ആൽമരം ഞാൻ പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഞാൻ ഗാംബോജ് ഹ്യൂവും ആ യെല്ലോ ഓക്കറും കൂടിയുള്ള മിക്സ് വെച്ചിട്ട് ഞാനത് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ഗാംബോജ് ഹ്യൂവും യെല്ലോ ഓക്കറും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. ആദ്യം ഞാൻ ഈ ആലിൻ്റെ ഇലകളെല്ലാം ഞാൻ യെല്ലോ ചെയ്യണം. നമ്മൾ തീർച്ചയായിട്ടും പ്രകൃതി ദൃശ്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലേ മാറിയിട്ടുണ്ട് കുറേ. എങ്കിലും ഇതെല്ലാം നമ്മൾ മാക്സിമം പഴയ മ്യൂറലുകളോട് അടുത്ത് നിൽക്കുന്ന ആലിലകൾ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇലകളെല്ലാം ഞാൻ പറഞ്ഞ യെല്ലോ ഓക്കർ ഗാംബോജ് ഹ്യൂ മിക്സ് വെച്ചിട്ട് ചെയ്തു. നിങ്ങൾ നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു മ്യൂറൽ ചെയ്യുന്ന പഴയ മെത്തേഡാണ്. ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഗ്രീൻ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, കാണാനായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാവും. വേണമെങ്കിൽ നേരിട്ട് ചെയ്യാം ഗ്രീൻ ഇലകൾ, പക്ഷെ അതിലും കുറച്ചും കൂടി ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ട്. ഇനി നമുക്ക് തടിയാണ് ചെയ്യാനുള്ളത്. ഈ ആൽമരത്തിന്റെ ആ ട്രങ്കാണ് നമുക്കിനി ചെയ്യാനുള്ളത്. നമ്മൾ ആല് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഞാൻ ബേൺസിയന മാത്രം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. ആദ്യം ഒരു ലൈറ്റ് വാഷ് ഫുൾ ബേൺസിയന വെച്ച് നമ്മൾ ചെയ്യണം. ആദ്യം നോക്കിക്കോളൂ നിങ്ങൾ, ആ തടി മുഴുവൻ നമ്മൾ ബേൺസിയന വെച്ചിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്യണം. നിങ്ങൾക്ക് ഒപ്പം ചെയ്ത് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ശിഖരങ്ങളും എല്ലാം നമ്മൾ ആ ഒരു വാഷ് വെച്ച്. ഇത് ബെൻസിയന തന്നെയാണ് കേട്ടോ, ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പുറത്ത് സമയമെടുത്ത് നമുക്ക് ചെയ്താൽ മതി, അതൊക്കെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇത് ആലിൻ്റെ വേര് ഭാഗമാണ് ചെയ്യുന്നത്. ഇതും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഏതാണ്ട് ആലിൻ്റെ ഫസ്റ്റ് വാഷ് കംപ്ലീറ്റ് ആവും. സാധാരണയായിട്ട് ഗണപതി വരയ്ക്കുമ്പോഴും ശ്രീകൃഷ്ണ വരയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ ആല് ഒരുപാട് വരയ്ക്കാറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് വരയ്ക്കാറുണ്ട്, കംപ്ലീറ്റ് അല്ലാതെയൊക്കെ. ഇനി നമ്മളിപ്പോൾ ചെയ്ത വാഷിൻ്റെ മുകളിൽ കൂടി ആ തടി ഞാൻ ഒന്നും കൂടി വാഷ് ചെയ്യണം. അതിൻ്റെ സൈഡിൽ കൂടി ഒക്കെ നോക്കിക്കൂടി ഞാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. എല്ലാ തടികളും അതിൻ്റെ ചെറിയ ശിഖരങ്ങളും എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഷേപ്സ് നമ്മൾ നോക്കണം. കണ്ടോ, ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളച്ച് അങ്ങനെയാണ് നമ്മൾ ആ ഡെപ്ത് കൂട്ടാൻ വേണ്ടി. കണ്ടോ, ഞാൻ സൈഡിലാണ് ഇങ്ങനെ എടുത്തത് കളർ. ആ വരച്ചിരിക്കുന്ന ശിഖരങ്ങളുടെയൊക്കെ സൈഡ് മാത്രം ഞാൻ ഇത്തിരി കളർ ഇട്ടിട്ട് അതിൻ്റെ ഡെപ്ത് കൂട്ടി കൊണ്ടുവരിക. നമ്മളിപ്പോൾ ഒരു മ്യൂറലിൻ്റെ ഡിസൈൻസിലൊക്കെ കാണുന്ന രീതിയിൽ കുറച്ച് ഷെയ്ഡിങ്സ്, ആ ചില ഒരു കേർവ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ നമ്മൾ മ്യൂറലിൽ സാധാരണ ഉപയോഗിക്കുന്നത്, ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആലിൻ്റെ എല്ലാ തടിയും അതിൻ്റെ ശിഖരങ്ങളും എല്ലാം നമ്മൾ ഒരു റൗണ്ട് കൂടി മോളിൽ കൂടി സൈഡിൽ നിന്ന് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഒരു ഡെപ്ത് കൂട്ടി ഒരു മിക്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേൺസിയന, കുറച്ച് സാപ്പ് ഗ്രീൻ, ഒരു സ്വല്പം റെഡും കൂടി എൻ്റെ ഒപ്പം ചേർത്തിട്ട് ഞാനൊരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മിക്സ് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു ലെയർ ചെയ്യാം. ആ ഒരു മരത്തിൻ്റെ ഗ്രെയിൻസ് പോലെ തന്നെ ഞാൻ ചെയ്യണം. കണ്ടോ, ഒരു ഗ്രെയിൻസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കൈയെടുത്തെടുത്തെടുത്ത് ഞാൻ കുറച്ച് ഷെയ്ഡ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഡെപ്ത് കുറച്ചും കൂടി കൂട്ടിപ്പോൾ ആ ഒരു മിക്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബേൺസിയനയും അതിൻ്റെ ഒപ്പം കുറച്ച് സാപ്പ് ഗ്രീനും കുറച്ച് റെഡും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഡെപ്ത് കൂട്ടി. ഇനി ഞാൻ അതിൻ്റെ നെക്സ്റ്റ് കുറച്ചും കൂടി ബേൺസിയനയും സാപ്പ് ഗ്രീനും മാത്രം ആഡ് ചെയ്തിട്ടുള്ളൊരു കുറച്ചും കൂടി ഡാർക്കർ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മിക്സ് നമുക്കിനി ചെറിയ ബ്രഷ് വെച്ചിട്ട് നോക്കിക്കോളൂ നിങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള. സൈഡിലെ ലൈൻസൊക്കെ എല്ലാ സൈഡിൽ നിന്നും നമ്മളിങ്ങനെ ഷെയ്ഡിങ് തന്നെ കുറച്ചും കൂടി. ആലെപ്പോഴും കുറച്ചൊരു ഡാർക്കർ കളറാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഒരു ഡാർക്ക് ആക്കുന്നത്. ആലിൽ ഞാനിപ്പോൾ ഒരു പോതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്. കണ്ടോ, എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത്. ഇതൊക്കെ നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്കറിയാമല്ലോ വൃക്ഷം എങ്ങനെയാണെന്നുള്ള ആലെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മളതിൻ്റെ ബേസിക് സയൻസ് വിടാതെ ഷെയ്ഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി നിങ്ങൾ ഷെയ്ഡ് ചെയ്യാം. നമ്മളിപ്പോൾ ആലിൻ്റെ തടിയുടെയും അതിൻ്റെ ശിഖരങ്ങളുടെയും ഷെയ്ഡിങ് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇലകളാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആലില നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ മഞ്ഞ നിറത്തിലുള്ള ആലിലകൾ ഉണ്ടാവും. അതായത് പഴുത്ത ഇലകൾ എപ്പോഴും മഞ്ഞ നിറമായിരിക്കും. ചിലത് ചെറിയ ബ്രൗണിഷ് ഉണങ്ങിയ ഇലകൾ ഉണ്ടാവും, ചിലത് പച്ച നിറം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മഞ്ഞയും പച്ചയും കലർത്തിയിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതാണ് ഒരു ഭംഗി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു ഫുൾ കോട്ട് യെല്ലോ അടിച്ചത്. അപ്പം ഞാൻ എങ്ങനെ ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ജസ്റ്റ് വാഷ് തന്നെയാണ്, നമ്മൾ സാപ്പ് ഗ്രീൻ മാത്രമേ എടുക്കുന്നുള്ളൂ കളർ.
ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നിങ്ങളൊരു ഇല വിടണം, 1-2 ഇലകളൊക്കെ വിടണം. അത് മഞ്ഞ കളറിൽ നിൽക്കും, അതാണ് അതിൻ്റെ ഒരു ഭംഗി. എല്ലാം നിങ്ങൾ പച്ച ചെയ്യരുത്. നമ്മളിങ്ങനെ ഇലകൾ ഇതൊക്കെ കണ്ടില്ലേ, കുറേ ഇലകൾ മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു യെല്ലോ കളർ ഗാംബോച്യൂ മിക്സിന്റെ മുകളിൽ കൂടി പച്ച നിറാക്കാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇലകളെല്ലാം തന്നെ 2 കളറിലേക്ക് ആക്കിയിട്ടുണ്ട്. ചിലത് യെല്ലോയിൽ തന്നെ, ചിലത് സാപ്പ് ഗ്രീൻ മുകളിൽ ചെയ്തിട്ട് ഡബിൾ കളർ ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ഗാംബോച്യൂ യെല്ലോ കളർ മിക്സ് ആദ്യം ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ പല നിറങ്ങൾ കിട്ടും ഇലകൾക്ക്. ഡാർക്കർ, ചിലത് കുറച്ച് ഡാർക്ക്നെസ് കുറഞ്ഞ് നല്ല യെല്ലോ, കുറഞ്ഞ യെല്ലോ, അങ്ങനെ പല രീതിയിൽ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം ഏതാണ്ട് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഇലകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തു വന്നതെല്ലാം വാഷുകൾ മാത്രമാണ്. നിങ്ങൾക്ക് അറിയാം എല്ലാം നമ്മൾ പല കളറുകൾ വാഷ് ചെയ്തു. ഇപ്പോൾ ഇലയുടെ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യം ഗാംബോച്യൂ യെല്ലോ കളർ മിക്സ് വാഷ് ചെയ്തു, അതിന്റെ മുകളിൽ കൂടി ഇപ്പോൾ ഗ്രീൻ വാഷ് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇനിയാണ് നമ്മളിത് ബ്ലാക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇലയുടെ ഡിസൈൻ വരയ്ക്കണം. കറക്റ്റ് അരയാലിന്റെ വരയുടെ ഷേപ്പിൽ തന്നെ വരയ്ക്കണം. നോക്കിക്കോളൂ ഞാൻ വരയ്ക്കുന്നത്. നമ്മൾ ആ ഞെട്ടി വരച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. കണ്ടോ, കൃത്യമായിട്ട് നമ്മളിങ്ങനെ തന്നെ വരയ്ക്കണമല്ല, ഓരോ ഇലയും നമ്മളിങ്ങനെ വരച്ച് തന്നെ എടുക്കണം. അതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ആ ഇല വരയ്ക്കുമ്പോൾ കണ്ടോ, അതിന്റെ ഒന്ന് ആലിലയുടെ ഷേപ്പ് നോക്കണം. പിന്നെ ഞെട്ടി നമ്മൾ വരയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് ചെറിയ വെയിൻസ് പോലെ ഇങ്ങനെ നമുക്ക് 2 ഇത് വരയ്ക്കും. ഞെട്ടി ഞാൻ ഒന്നുകൂടി വരച്ചാണ് ചേരുന്നത്, നോക്കി കൊടുക്കുക. ഇവിടെ നിന്ന് 2 ചെറിയ ലൈൻസ് ഇങ്ങനെ വരച്ച് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഒരിക്കലും മരത്തിൽ നിന്ന് നേരിട്ട് തുടങ്ങരുത്. സൂക്ഷിച്ച് ചെയ്യുക. ഇലയുടെ ഷേപ്പ് കളയാതെ നമ്മളിങ്ങനെ പതുക്കെ ചെയ്യണം. ഒരു ഞെട്ടി പോലെ വരച്ചിട്ട് ഇങ്ങനെ എടുത്ത് സെൻറ്ററിൽ നിന്ന് 2 വരാം. ക്ഷമയോടുകൂടി ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് കുറേ ഒരേ ഡിസൈൻ തന്നെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ബോറടിയൊക്കെ തുടങ്ങും. പക്ഷേ എന്നാലും നിർത്തിയൊക്കെ പതുക്കെ ചെയ്താലും കുഴപ്പമില്ല, ഭംഗിയായിട്ട് തീർക്കുക. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കിതിൽ വേണം അലങ്കാരങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. മാലകൾ പോലെ തൂക്കിയിടുന്ന മാതിരി ആലിൽ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആലിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ആയി. അതിൽ തന്നെ മഞ്ഞ ഇലകളുണ്ട്, പച്ചിലകളുണ്ട്. അതായത് പഴുത്തലകളും പച്ചിലകളും നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആലിൻ്റെ ശിഖരങ്ങളും തടിയുമാണ്. നമുക്കതുകൂടി ചെയ്യാൻ. നമ്മൾ ശിഖരങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ സൈഡിലുള്ള ഔട്ട്ലൈൻസ് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചെയ്ത് വന്നിട്ട് ഒരു ഡിസൈൻ ഒപ്പിച്ച് ഇങ്ങനെ ചെയ്യുക. ഉണ്ടോ, ഡിസൈൻ ഞാൻ ചെയ്ത് പോകണമുണ്ട്. അങ്ങനെ ആ സൈഡിൽ നമ്മളിങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒഴുക്ക് കാണിക്കുക. ആ മ്യൂറലിലെ ചില ഡിസൈൻസ് ഉണ്ടല്ലോ, ചില എൻഡിങ്സ് ഒക്കെ നമ്മളങ്ങനെ ആക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ശിഖരങ്ങളെല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് ചെയ്യാം. ആദ്യം നമ്മൾ സൈഡിൽ കൂടി തന്നെ ഔട്ട്ലൈൻസ് ആദ്യം ചെയ്യാം. നമ്മളിപ്പോൾ ഔട്ട്ലൈൻസ് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കുറച്ചൊരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ഡിസൈൻസ് കൂടി ഇത് ചെയ്യാം. ആലിങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് നേരത്തെ എടുത്ത് ബ്രൗൺ കളർ തന്നെ, സാപ്പ് ഗ്രീൻ ബ്രൗൺ മിക്സ് തന്നെ നമുക്കൊന്നുകൂടി എടുക്കാം. കുറച്ച് അത് വെച്ചിട്ട് നമുക്കൊന്നുകൂടി ചില ചെറിയ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ആ ഒരു ഷേപ്പ് ഇട്ടതിന് ശേഷം വേണം വരയ്ക്കാനായിട്ട്. ആ ഒരു ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ബ്ലാക്ക് ഇട്ടതിന് ശേഷം വരയ്ക്കാമെന്ന് പറയുന്നത്. ഇതാ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാക്കി ഞാൻ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഒരു ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാപ്പ് ഗ്രീൻ ബേൺ സിയാന മിക്സ് വെച്ചിട്ട് ഞാൻ നമ്മൾ ആ ബ്ലാക്ക് ഇട്ടതിന് ശേഷം ചില സ്ഥലങ്ങൾ മാത്രം ഒന്നും കൂടി ഡാർക്കാക്കി അതൊരു ആലിൻ്റെ ഒരു ടോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബ്ലാക്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചില കട്ടിങ്ങുകളുണ്ടല്ലോ മരത്തിൻ്റെ, അത് കൃത്യമായിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞ് ചെയ്താലേ ഭംഗിയാവുള്ളൂ. അപ്പോൾ നമ്മളിത് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് തീർക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് വരച്ചെന്നുള്ളത് ആദ്യം പോലെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആദ്യമായിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ ആലിൻ്റെ പേപ്പറിൽ പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തു. അതിനുശേഷം ഗാംബോച്യൂ യെല്ലോ കളർ മിക്സ് വെച്ചിട്ട് ഞാൻ ഔട്ട്ലൈൻസ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഗാംബോച്യൂ യെല്ലോ ഓക്കറിൻ്റെ മിക്സ് വെച്ചിട്ട് തന്നെ എല്ലാ ഇലകളും ഞാൻ വാഷ് ചെയ്തു. അതായത് യെല്ലോ ടോണിൽ കംപ്ലീറ്റ് ഇലകളും വാഷ് ചെയ്തു. അതിനുശേഷം ബേൺ സിയാന മാത്രം എടുത്തിട്ട് നമ്മൾ ഈ ശിഖരങ്ങളായിട്ട് വരുന്ന സ്ഥലവും അതിൻ്റെ ട്രങ്കും അതിൻ്റെ വേരുകളും കംപ്ലീറ്റ് നമ്മൾ ഒരു വാഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതേ ബേൺ സിയാനയിൽ തന്നെ കുറച്ച് സാപ്പ് ഗ്രീനും കൂടി ആഡ് ചെയ്ത്, കുറച്ച് സാപ്പ് ഗ്രീൻ കൂടുതൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് സ്വല്പം റെഡ് കൂടി ഞാൻ ചേർത്തേണ്ട ആ ഒരു ലെവലിൽ ഇതെല്ലാം ഒന്നും കൂടി ഷെയ്ഡ് ചെയ്തു. സൈഡിൽ നിന്ന് നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം, അപ്പോഴാണ് 3 ഡയമെൻഷണൽ എഫക്റ്റ് വരുന്നത്. അത് കംപ്ലീറ്റ് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാപ്പ് ഗ്രീൻ മാത്രം എടുത്തു. സാപ്പ് ഗ്രീൻ മാത്രം എടുത്തിട്ട് ഇതിൽ ചില ഇലകൾ മാത്രം നമ്മൾ ആ സാപ്പ് ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് പഴുത്ത ഇലകളും പച്ചിലകളും ഉള്ള ഒരു ആലായിട്ട് നമുക്കിത് കിട്ടി. ഇനി അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ സാപ്പ് ഗ്രീൻ ബേൺ സിയാന ആ മിക്സ് കുറച്ച് ഡാർക്കർ ആക്കി, അതായത് കുറച്ച് കൂടുതൽ സാപ്പ് ഗ്രീൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് ഡാർക്കർ കളറാക്കിയിട്ട് ഇതാ ഞാൻ ഈ ഷെയ്ഡിങ് ചെയ്തു. ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതേ കളർ തന്നെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഷേപ്സ്, മരം എപ്പോഴും ഇങ്ങനെ ഒറ്റ ഷേപ്പ് ആയിരിക്കില്ല, അപ്പോൾ ആ ഷേപ്സ് കംപ്ലീറ്റ് ഞാൻ ഒന്നുകൂടി ഷെയ്ഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇലകൾ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ഇലകൾ വരച്ച് വലുതാക്കാം. ഞാനിതൊരു ട്യൂട്ടോറിയൽ ആയ കാരണം സമയം പ്രശ്നമുള്ള കാരണം ഞാൻ കുറച്ച് ഇലകളെ വരച്ചുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ നല്ല ഭംഗിയിൽ വലുതായിട്ട് വരയ്ക്കാം.
മാത്രമല്ല ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരയ്ക്കാം, വരയ്ക്കണ സമയത്ത് അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതെല്ലാം പ്രകൃതിയുമായിട്ട് ചേർന്ന മ്യൂറലിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങളാണ്. ഈ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരയ്ക്കുമ്പോൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇത് സാധാരണയായിട്ട് ഇപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ, രാധാകൃഷ്ണയൊക്കെ വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഗണപതിയൊക്കെ വരയ്ക്കുമ്പോഴോ ആരെ വരയ്ക്കുമ്പോഴും ബാക്കിൽ അരയാലുകൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒരു അരയാല് വരച്ചതാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളതിപ്പോൾ ഒരു ചുവർ ചിത്രത്തിൽ വരുന്ന ഒരു ആൽമരം നമ്മളിന്ന് വരച്ചു നോക്കി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു രീതിയിൽ ഒരു മരം എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ ദയവായിട്ട് കമന്റുകളായിട്ട് ഇടുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.